അത്തിപ്പഴം അറക്കുകയാണ്. ഫിഗ് അല്ലേ? ഇത് അളകും, പക്ഷെ കുഴപ്പമില്ല. നല്ല ഉറപ്പുള്ള മോനാണ്. ഒന്ന് വീണു. അത് ഇവിടെ കാര്യത്തില് ആ പഴം പിടിച്ച പാട് വീഴും. അതും താത്തി ആ കൂടെ അതും താത്തി ഇതാ കണ്ടില്ലേ? ഇനി റൈറ്റ് കൊത്തി ഇതാണോ പൊളി. ആ ഇത് മതി, ഒറ്റ ഒന്ന് മതി. പപ്പിളി വേണത്. ഇത് സൂപ്പർ. പൊളിച്ച് കാണിച്ചു. ഇങ്ങനെ നോക്കിക്കോളി. ബിസ്മില്ലാ. ഇതല്ലേ കലാപരു. ഇത് സൂപ്പർ. ഇതാ നീ കഴിക്കാൻ പോണ. അപ്പൊ ജോർജിയയിൽ വന്നിട്ട് തിബിലിസി പട്ടണത്തിലെ ആദ്യത്തെ അത്തിപ്പഴം കഴിക്കാൻ പോണ്. ബിസ്മില്ലാ. നമ്മളാ ഉണങ്ങി ചൂക്കി ചുളുങ്ങി ചവിട്ടി കൂട്ടി എന്തോ വർഷത്തിലെ സാധനല്ലേ തിന്നിനത്. ഇതാണ് സാധനം കേട്ടോ. 1 കിലോ 1000 ഉറുപ്പിയുടെ നാട്ടിൽ വരണേ. ഇവിടെ 4 ലാറിയാണ്. അന്നാരോ മക്കളെ എന്തിനാ കൊറേ മുതല് കായ് മുതലായിട്ടോ. ഇവിടെ വന്നിന്റെ ജോർജിയക്ക് വന്ന കാശ് മുതലായിട്ടോ. അല്ല ആ പൗതി എനിക്ക് വെച്ചാലോ അതോ? തരും. ഓ നമ്മളെ ക്യാമറമാൻ റഹ്മാന് കൊതി വിടണം. ഞാൻ വീണ്ടും ഇറക്കാൻ കയറാണ്. അടുത്ത ഇറക്കാൻ വേണ്ടിട്ടാ. ഇങ്ങനെ പഴഞ്ചക്ക പോലെ ആവുന്ന ഇപ്പൊ ഞാൻ അറിയണ കേട്ടോ. ഇത് എന്തോ ഇത് കയ്യില് ഞാനും അത്ര സാധനം വീണ് അപ്പേ പഴഞ്ചക്ക പോലെ വീണ് വെള്ളം എടുക്കണം. കുലുങ്ങിയതായ വീണ് പൊട്ടിപ്പഴക്കും. കിട്ടിയാ ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് അവിടെ ഉണ്ട് അത് മേലെയാണ്. പഴഞ്ചക്ക പോലെ കണ്ട അത്തിപ്പഴം വീണതാണിത്. ഇതല്ലട്ടോ, ഇത് പാവം ഒരു ചെറുത്. അതൊക്കെ നമ്മൾ പിടിച്ചപ്പോൾ പൊട്ടിയതാണ്. ഒരു പഴം വീണ് പരന്നതാണ്. പഴഞ്ചക്ക പോലെ നിറയെ ഉണ്ട്. ഈ മരം നിറയെ ഉണ്ട്. ഒരുപാട് ഐറ്റം ഫ്രൂട്ട്സുകളുടെ ഒരു നാടാണ് കേട്ടോ ഈ ജോർജിയ എന്ന് പറയുമ്പോൾ. ഡിഫറെൻ്റ് ആയ ഫ്രൂട്ടുകൾ ഇനിയുണ്ട്. നമുക്ക് ഐറ്റംസ് പറിക്കാം. ഫ്രൂട്ടുകളുടെ നാട് തന്നെയാണ് കേട്ടോ. റോഡ് സൈഡിൽ ഇതണ്ട, റോഡിൻ്റെ സൈഡിൽ വെച്ച അതിൽ നിറയെ ഉണ്ടായിരുന്നു. ഇപ്പം എന്താണിത് എന്നുള്ളത് ഇപ്പോൾ പഠിച്ചിട്ട് പറഞ്ഞുതരാം. അതിൻ്റെ പേരൊക്കെ പഴുത്തിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തിന്നാൻ പറ്റൂല. കിളികളൊക്കെ നന്നായി തിന്നുന്നുണ്ട്. സൂപ്പർ. എന്താണ് അതിൻ്റെ പേര് ചോദിച്ചോക്കാം. ബുഷ്മുല്ല അല്ലേ? ബുഷ്മുല കേട്ടാ. പേര് കേട്ടില്ല. ഇതൊക്കെ പഴുത്ത് തന്നെ ഇടാ. മഞ്ഞ നിറം. കിളികൾ അങ്ങനെ തിന്നു പോകണം. അപ്പൊ എന്താ ആ ഒരു അർത്ഥം ഉണ്ടോ? ഇതിന്റെ സീസണാണ്. അപ്പൊ നമുക്ക് കുറച്ച് കാണാം. അപ്പൊ ആ ഒരു ഫ്രൂട്ട് ഞാനൊന്ന് അർത്ഥം നോക്കട്ടെ. എങ്ങനെ പണ്ടത്തെ വിദ്യ അലമ്പാണെങ്കിൽ വന്നില്ലല്ലോ. വന്നു. കിട്ടി. ഇതാ കിട്ടി. അത്രേ ആവശ്യമുള്ളൂ. ചെരുപ്പ് ജോർജിയയിലെ നടു റോഡിൽ നിന്നിട്ട് ചെരുപ്പ് എറിഞ്ഞ് കളിച്ച. നിങ്ങൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഇറക്കും. ഞാൻ ഇപ്പൊ എങ്ങനെ ഇറങ്ങണ്ടേ? നോക്ക് കൊള്ളട്ടോ. അടിപൊളി. ഇതിന്റെ കുരു നാട്ടിൽ കൊണ്ടുപോകണം. എന്തായാലും കൊണ്ടുപോകും. കൊലായിട്ട് ഇതാണ് അതിന്റെ രസം. ഇതെന്റെ രസമായത്. എന്നാ പിടിച്ചോ. അടിപൊളി. ഒരു ഫ്രൂട്ട്സ് മരം വീണ്ടും കണ്ടൊരു അപൂർവ ഫ്രൂട്ട്സ്. എന്ത് ഫ്രൂട്ട്സ് അറിയില്ല. നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട്. പച്ചയായ പഴങ്ങൾ. ഇതെന്തോണ് എന്നറിയില്ല. ഇതെന്താണ്? എന്ത് പഴവർഗ്ഗാണിത്? അനവർദു മാരിഫ്. അതൊക്കെ ഷക്കൽ തയ്യും. ഓക്കെ. ഇതെന്ത് പഴമാണ്? എന്ത് പഴമാണെന്നറിയില്ല കേട്ടോ. വല്ലാത്ത പഴങ്ങൾ. എന്തെല്ലാം പഴങ്ങളാണ് ഇവിടെ.
അപ്പോൾ ഇത് ഏതാന്ന് പിടുത്തം കിട്ടിയില്ല. നമുക്ക് അന്വേഷിക്കാം. എൻ്റെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ താഴെ ഒരു കമൻറ്റ് ബോക്സിൽ എഴുതി വെക്കിട്ടോ. പിന്നെ അത് റുമ്മാൻ അറിയാം. ഇതാണ് ഇപ്പോൾ മേലത്തെ പഴം. എന്ത് പഴമാണെന്ന് അതൊന്ന് കണ്ടിട്ട് പറയും. ഇത് ചെറുതാണ് കേട്ടോ, ഇതിൻ്റെ വലുതുണ്ട്. ഇത് റുമ്മാൻ്റെ പൂവാണിത്. റുമ്മാൻ്റെ പഴമുണ്ട് അവിടെ, അതൊക്കെ. മുന്തിരി ഇഷ്ടം പോലെ. വേറെ വാവരേ, ഇത് വെളുത്ത മുന്തിരി അല്ലേ? വെള്ളമുന്തിരി മീൻസ് പച്ചമുന്തിരി. വാവ്, നിറയെ ഉണ്ട്. ആർക്കും വേണ്ട റബ്ബേ. ഇതിങ്ങനെ നിറയെ കാഴ്ച നിൽക്കണം. ഇതൊക്കെ പായ്ത്തണ്ടല്ലോ.